ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വലിയ സെന്റൻസുകൾ ഉണ്ടാക്കുമ്പോഴാണ് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട്. എന്നാൽ ഈ വലിയ സെന്റൻസുകൾ അങ്ങനെ നമ്മൾ എവറിഡേ ലൈഫിൽ സാധാരണ ജീവിതത്തിൽ അത്രയധികം ഉപയോഗിക്കാറില്ല. ഇപ്പം മലയാളത്തിലാണെങ്കിൽ തന്നെ നമ്മുടെ മക്കളെയോ അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ച് നന്നായി ഉപദേശിക്കണമെങ്കിലാണ് നമ്മൾ നല്ല വലിയ 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 സെന്റൻസുകൾ അത് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സെന്റൻസുകൾ ഉണ്ടാക്കുക. പക്ഷേ ഇംഗ്ലീഷിലൊന്നും അങ്ങനെ അത്രയധികം ഉപദേശിക്കാൻ നമ്മൾ പോകാറില്ലല്ലോ പൊതുവേ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എവറിഡേ യൂസിന് പറ്റിയ ഒരു 100 സെന്റൻസസ് ഒന്ന് പഠിച്ചു വെച്ചാലോ. സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ്, പല കോണ്ടെക്സ്റ്റുകളിൽ ഉള്ള സെന്റൻസുകളാണ്. അപ്പോൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് എളുപ്പം ഉപയോഗിക്കാൻ പറ്റും, ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ഉപയോഗിച്ചാണ് ഈ സെന്റൻസുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പേടിയില്ലാണ്ടാവുക. അപ്പോൾ നോക്കിയാലോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ എൻ്റെ പേര് വിനി. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ലെങ്കിൽ 16 വീഡിയോയുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, താഴെ കോമെന്റിൽ അതിൻ്റെ ലിങ്ക് കാണാം. അത് കണ്ടാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു കോഴ്സായിട്ട് എടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ 2 കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഒന്ന് ഗ്രാമറൊക്കെ പഠിപ്പിക്കുന്ന ഒരു 90 ഡേ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സ്. അതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയയ്ക്കുക. എൻ്റെ ഇമെയിൽ ID easyenglishwithvini@gmail.com. ഇനി നിങ്ങൾക്ക് വീട്ടിൽ അത്യാവശ്യം പിള്ളേരോടോ അല്ലെങ്കിൽ അത്യാവശ്യം നെയ്ബേഴ്സിനോടൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ഇംഗ്ലീഷ് എഴുതൊന്നും വേണ്ട, വായിക്കൊന്നും വേണ്ട, പക്ഷെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ആവശ്യമുണ്ടെങ്കിൽ ബേസിക് കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്യുന്ന ഒരു കോഴ്സാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എൻ്റെ 30 ഡേ വാട്സപ്പ് കോഴ്സ് എടുക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, പറയാം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയും. പക്ഷെ എല്ലാ ദിവസവും ഇങ്ങനെ ഗുഡ് മോർണിംഗ് എന്ന് പറയേണ്ട കാര്യമില്ല. ഗുഡ് പറഞ്ഞോണ്ട് കുഴപ്പമില്ല, പക്ഷെ പലപ്പോഴും നമ്മൾ മോർണിംഗ് എന്നേ പറയാറുള്ളൂ. രണ്ടാമത്തത്, നന്നായി ഉറങ്ങിയോ എന്നിങ്ങനെ ചോദിക്കും. എന്തെങ്കിലും കാര്യം ചെയ്തോ എന്നറിയണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക, ആ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക ഡിഡ് യു എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഉറങ്ങുക എന്നതിന് ഇംഗ്ലീഷിൽ പറയാം സ്ലീപ്പ്. നന്നായി ഉറങ്ങുക എന്ന് പറയാൻ സ്ലീപ്പ് വെൽ. അപ്പോൾ നീ നന്നായി ഉറങ്ങിയോ എന്ന് പറയാൻ ഡിഡ് യു സ്ലീപ്പ് വെൽ, ഡിഡ് യു സ്ലീപ്പ് വെൽ. അപ്പോൾ അതൊന്ന് പറഞ്ഞു നോക്കിയേ. മോർണിംഗ്, ഡിഡ് യു സ്ലീപ്പ് വെൽ? ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്താണ് ആരെങ്കിലും ചോദിക്കണേ, നന്നായി ഉറങ്ങിയോ, ഡിഡ് യു സ്ലീപ്പ് വെൽ? ഉറങ്ങിയിട്ടില്ല, നന്നായി ഉറങ്ങാൻ പറ്റിയിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണർന്നുകൊണ്ടിരുന്നു എന്ന് പറയണമെങ്കിൽ നോ എന്ന് പറയണേക്കാളും നോട്ട് റിയലി, അങ്ങനെ ശരിക്കും നന്നായി ഉറങ്ങിയില്ല. അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്ന സെൻറ്റൻസുകൾ കേട്ടോ. നോ എന്നൊന്നും അങ്ങനെ പറയുന്നത് തെറ്റല്ല, പക്ഷെ കോമണായി നമ്മളങ്ങനെ പറയില്ല. ഇല്ലെന്നേ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ല, ഇല്ല എന്നല്ല പറയാ. അതുപോലെ ഇംഗ്ലീഷിൽ പറയാൻ നോട്ട് റിയലി. ഞാൻ ഉണർന്നുകൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഐ കെപ്റ്റ് വേക്കിംഗ് അപ്പ്, ഐ കെപ്റ്റ് വേക്കിംഗ് അപ്പ്. ഓക്കെ. എന്നെ അവൾ വിളിച്ചുകൊണ്ടിരുന്നു എന്ന് പറയണമെങ്കിൽ ഷി കെപ്റ്റ് കോളിങ് മീ, ഷി കെപ്റ്റ് കോളിങ് മീ. അവർ വാതിലിൽ മുട്ടിക്കൊണ്ടിരുന്നു എന്ന് പറയണമെങ്കിൽ ദേ കെപ്റ്റ് നോക്കിംഗ് ഓൺ ദ ഡോർ. അപ്പം അത് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്ര മണിയായി എന്ന് ചോദിക്കണം. എങ്ങനെ പറയും? വാട്ട് ടൈം ഇസ് ഇറ്റ്, വാട്ട് ടൈം ഇസ് ഇറ്റ്. ഏകദേശം 7 മണിയായി എന്ന് പറയണമെങ്കിൽ എപ്പോഴും സമയം എത്രയായി എന്ന് പറയാൻ ഇറ്റ്സ് വെച്ചാൽ തുടങ്ങുക. ഇറ്റ്സ് ഓൾമോസ്റ്റ് 7. ഓൾമോസ്റ്റ് എന്ന് വെച്ചാൽ ഏകദേശം. ഇറ്റ്സ് ഓൾമോസ്റ്റ് 7. ഏകദേശം 7 മണിയായിട്ടോ. ഇറ്റ്സ് ഓൾമോസ്റ്റ് 7. ഇവിടെ തന്നെ ഒരു കാര്യം കൂടെ പഠിച്ചോളൂ. നമ്മൾ കാലാവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ ഇറ്റ്സ് വെച്ചാൽ പറയാം. പുറത്ത് മഴയുണ്ട്, ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. അപ്പോൾ തുടക്കം പലപ്പോഴും ആൾക്കാർ തെറ്റിക്കും. അതുകൊണ്ട് സമയം പറയുമ്പോഴും കാലാവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴും ഇറ്റ്സ് വെച്ചാണ് തുടങ്ങുക. ഏകദേശം 7 മണിയായി എന്ന് പറയാൻ ഇറ്റ്സ് ഓൾമോസ്റ്റ് 7. ഓ 5 മിനിറ്റ് കൂടെ എങ്ങനെ പറയും? ഉറങ്ങാനേ 5 മിനിറ്റ് കൂടെ എനിക്ക് ഉറങ്ങാൻ താല്പര്യമുണ്ട് എന്നൊരാൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? 5 more minutes പ്ലീസ്. 5 മിനിറ്റ് കൂടെ ഞാൻ ഉറങ്ങിക്കോട്ടെ. അപ്പോൾ ഞാൻ ഉറങ്ങുക എന്നുള്ളത് നേരത്തെ ആ കോണ്ടെക്സ്റ്റിലുള്ളതുകൊണ്ട് 5 മിനിറ്റ് കൂടെ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ 5 more minutes പ്ലീസ്. അപ്പോൾ പ്ലീസ് നിർബന്ധമില്ല, 5 more minutes. 5 മിനിറ്റ് കൂടെ ഉറങ്ങട്ടെ, 5 more minutes. അതേ ലേറ്റ് ആവും കേട്ടോ എന്ന് പറയണമെങ്കിൽ എന്നേക്ക് ലേറ്റ് ആവും. കമോൺ യു വിൽ ബി ലേറ്റ്, നീ ലേറ്റ് ആവും. യു വിൽ ബി ലേറ്റ്. കമോൺ എന്ന് വെച്ചാൽ വായോ, യു വിൽ ബി ലേറ്റ്. കമോൺ, കമോൺ എന്ന് വെച്ചാൽ വായോ എന്ന് മാത്രമല്ല, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് കമോൺ എന്ന് പറയാം. ആ ശരി ഞാൻ എഴുന്നേക്കുക എന്ന് പറയണമെങ്കിൽ ഫൈൻ ഐ എം ഗെറ്റിംഗ് അപ്പ്. ഞാൻ എഴുന്നേക്കുക.
ഫൈൻ ഐ എം ഗെറ്റിംഗ് അപ്പ്. ഞാൻ എഴുന്നേറ്റോണ്ടിരിക്കുക കേട്ടോ, മതി വിളിച്ചത്, ഉറങ്ങാനും സമയക്കില്ല. ഫൈൻ ഐ എം ഗെറ്റിംഗ് അപ്പ്. ഫൈൻ ഐ എം ഗെറ്റിംഗ് അപ്പ്. അപ്പോൾ ഈ ഐ എം ഗെറ്റിംഗ് അപ്പ് എന്ന് വെച്ചാൽ രണ്ടർത്ഥം വരാം. ഒന്ന്, ഞാനിപ്പോൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുക, ഐ എം ഗെറ്റിംഗ് അപ്പ്. അല്ലെങ്കിൽ ഇതേ ടെൻസ് തന്നെ നമുക്ക് ഫ്യൂച്ചർ പറയാൻ വേണ്ടി ഉപയോഗിക്കാം. ഐ എം ഗെറ്റിംഗ് അപ്പ് അറ്റ് 10 എന്ന് പറഞ്ഞാൽ ഞാൻ 10 മണിക്കാണ് എഴുന്നേക്കാൻ പോകുന്നത്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഇപ്പോൾ ഇവിടെ അറ്റ് 10 എന്ന് പറയാത്തതുകൊണ്ട് നമുക്കറിയാം ഫൈൻ എന്ന് പറയുന്നത് ശരി, എഴുന്നേക്കുക, ഐ എം ഗെറ്റിംഗ് അപ്പ്, അപ്പോൾ ഇപ്പം തന്നെ എഴുന്നേക്കുകയാണ്. പക്ഷേ ഞാൻ പറയുകയാണ് ഇതേ സെൻറ്റൻസ് ഫ്യൂച്ചർ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഒന്നുകിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, അല്ലെങ്കിൽ ഭാവിയിലത്തെ പ്രവൃത്തി. ഇത് രണ്ടിനും ഒരേ സെൻറ്റൻസ് സ്ട്രക്ചർ ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കും നമ്മൾ എന്താന്ന് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് എന്ന് ചോദിക്കും. എന്താണെന്ന് ചോദിക്കാൻ വാട്ട് എന്നുള്ള ആ വാക്കാണ് ഉപയോഗിക്കുക. വാട്ട്. വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. വാട്ട് ഇസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അതാണ് വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? വെറും ബ്രെഡും കാപ്പിയും, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നുള്ള അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടോസ്റ്റ് ആൻഡ് കോഫി. ബ്രെഡ് ആൻഡ് കോഫി എന്ന് വേണമെങ്കിൽ പറയാം. പൊതുവേ ബ്രെഡിന് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ അതിന് ടോസ്റ്റ് എന്ന് വിളിക്കും. ജസ്റ്റ് ടോസ്റ്റ് ആൻഡ് കോഫി. എനിക്കത് കുഴപ്പമില്ല, എനിക്കത് മതി. വർക്ക്സ് ഫോർ മീ. എനിക്കത് മതി. വർക്ക്സ് ഫോർ മീ. ആ പഞ്ചസാര ഒന്ന് ഇങ്ങോട്ട് മാറ്റി തരുമോ എടുക്കാൻ വേണ്ടിയിട്ടേ? കോഫിയിൽ ഞാൻ കുറച്ചധികം പഞ്ചസാര ഇടുന്ന ആളാണ്. അപ്പോൾ ആ പഞ്ചസാര ഒന്ന് ഇങ്ങോട്ട് നീക്കി തരുമോ എന്ന് പറയും. എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ചെയ്തു തരുമോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ക്യാൻ യു ഡൂ ദിസ്. അപ്പോൾ എന്താ കാര്യം ചെയ്യണ്ടേ? പാസ് ദ ഷുഗർ. ക്യാൻ യു പാസ് ദ ഷുഗർ പ്ലീസ് എന്ന് പറയാം. അല്ലെങ്കിൽ ക്യാൻ യു പാസ് ദ ഷുഗർ. ആ ഷുഗർ ഒന്നും ഇങ്ങോട്ട് നീക്കി വയ്ക്കുമോ? ക്യാൻ യു പാസ് ദ ഷുഗർ. അപ്പോൾ അയാൾ ഏതാളുടെ അടുത്താണ് പഞ്ചാര ഇരിക്കുന്നത്, അയാൾ എന്താ പറയുക? ദാ പറയില്ലേ മലയാളത്തിൽ? അങ്ങനെ പറയണതാണ് ഹിയർ യു ഗോ. എന്നാ ഹിയർ യു ഗോ. അപ്പോൾ താങ്ക്സ് പറയാം. താങ്ക്സ്. ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോൾ താങ്ക്സ് പറയാം കേട്ടോ. അപ്പോഴാണ് ഫോൺ കാണാനില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? എൻ്റെ ഫോൺ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും? അങ്ങനെ പറയാം. ഹാവ് യു സീൻ മൈ ഫോൺ? ഹാവ് യു സീൻ മൈ ഫോൺ? ഹാവ് യു സീൻ മൈ ഫോൺ? ആരെങ്കിലും എൻ്റെ ഫോൺ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിലോ ഹാസ് എനി വൺ സീൻ മൈ ഫോൺ. അത് ശ്രദ്ധിക്കണേ, യു വരുമ്പോൾ ഹാവ് യു, ഹാവ് യു. എനി വൺ എന്ന് പറയുമ്പോൾ ഹാസ് എനി വൺ. അപ്പോൾ ഹാവ് യു സീൻ മൈ ഫോൺ? നീ എൻ്റെ ഫോൺ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഹാസ് എനി വൺ സീൻ മൈ ഫോൺ? എൻ്റെ ഫോൺ കാണുന്നില്ല, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ശ്രദ്ധിക്കണേ. ടേബിൾ നോക്കിയേ എന്ന് പറയും. ചെക്ക് ദ ടേബിൾ. ചെക്ക് ദ ടേബിൾ. കിട്ടി എന്ന് പറയും. ഗോട്ട് ഇറ്റ്. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാം എന്ന് പറയും. കാഷ്വലായി പറയണമെങ്കിൽ ഐ എം ഹെഡിങ് ഔട്ട്. ഐ എം ഹെഡിങ് ഔട്ട്. ഐ എം ഗോയിങ് ഔട്ട് എന്ന് പറഞ്ഞൂടെ? പറയാം, അത് കുഴപ്പമില്ല. കാഷ്വലായി യൂസ് ചെയ്യുന്ന കുറച്ച് പുതിയ ഫ്രേസസ് പഠിക്കാൻ നമുക്ക് ആദ്യം, അല്ലേ? എന്ന് ഈ ഗോയിങ് ഔട്ട് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ലല്ലോ അല്ലേ? ഐ എം ഹെഡിങ് ഔട്ട്. എന്നാൽ ശരി പോയിട്ട് വാ എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇംഗ്ലീഷുകാരതിന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നാണ് പറയുക. ഹാവ് എ ഗുഡ് ഡേ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ ഒരാളെ ഇറങ്ങുമ്പോൾ പറഞ്ഞാൽ അയാൾ നമ്മളെ നോക്കും. പക്ഷേ ഇംഗ്ലീഷിൽ ഹാവ് എ ഗുഡ് ഡേ എന്നൊക്കെ പറയുന്നത് വളരെ കോമണാണ്. അപ്പോൾ ഒരാൾ ഗുഡ് ഡേ ആശംസിച്ചാൽ തിരിച്ചു മറ്റേയാൾക്കും ഗുഡ് ഡേ ആശംസിക്കണ്ടേ? അപ്പോൾ വീണ്ടും യു ടു ഹാവ് എ ഗുഡ് ഡേ എന്നൊന്നും പറയണ്ട, യു ടു എന്ന് പറഞ്ഞാൽ മതി. യു ടു. അപ്പോൾ നമ്മൾ വീട്ടിൽ രാവിലെ എണീക്കുമ്പോൾ പറയാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള കുട്ടി സെൻറ്റൻസസ് പഠിച്ചു. ഇനി നമുക്ക് ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സെൻറ്റൻസസ് നോക്കാം. എങ്ങനെ പോണു എന്നെങ്ങനെ ചോദിക്കും? ഹേയ് ഹൗസ് ഇറ്റ് ഗോയിങ്? ഹേയ് ഹൗസ് ഇറ്റ് ഗോയിങ് എന്നുവെച്ചാൽ വർക്ക് എങ്ങനെ പോകണമെന്നാവാം, അല്ലേ? ഇപ്പോൾ ജോലി സ്ഥലത്ത് വന്നിട്ട് നമ്മുടെ ആർക്കിടെക്റ്റ് ആണെങ്കിൽ ഒരു പ്ലാനൊക്കെ വരച്ചിട്ടുണ്ട്, എങ്ങനെ പോകണു, പ്ലാനൊക്കെ ഇന്നെങ്ങാനും റെഡി ആവുമോ എന്നുള്ള അർത്ഥമാവാം. അല്ലെങ്കിൽ ചുമ്മാ ഒരാൾ നടന്നു പോകുമ്പോൾ കാണുകയാണെങ്കിൽ ഹേയ് ഹൗസ് ഇറ്റ് ഗോയിങ് എന്ന് വെച്ചാൽ ഇവിടെ സുഖമാണോ എന്നുള്ള അർത്ഥമുള്ളൂ കേട്ടോ. ഹൗ ആർ യു എന്ന് ചോദിക്കില്ലേ, ആ അർത്ഥമാണ്. കുഴപ്പമില്ല, നന്നായി പോകണമെന്ന് പറയാൻ പ്രിറ്റി ഗുഡ്. അവിടെയോ യു? അത് ചോദിക്കണം. എൻ്റെ കാര്യം മാത്രം നല്ല സുഖത്തിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കരുത്. ആ ചോദിച്ച ആളോട് യു ഒന്നും ചോദിക്കണം. അപ്പോൾ ചിലപ്പോൾ അയാൾ ഓൾ ഗുഡ് എന്ന് ചിലപ്പോൾ പറയും, അല്ലെങ്കിൽ പറയാതിരിക്കും. അതൊരു സ്വാഭാവിക രീതിയാണ് കേട്ടോ. തിരിച്ചൊരു പ്രിറ്റി ഗുഡ്, യു നിങ്ങളോ, നിങ്ങളുടെ കാര്യമോ എന്ന് ചോദിക്കണം. അപ്പോൾ അയാൾ പറയാണ് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകണു, അങ്ങനെ പറയണമെങ്കിലോ കാൺട്ട് കംപ്ലെയിൻ. കാൺട്ട് കംപ്ലെയിൻ. നിനക്ക് എൻ്റെ ഇമെയിൽ കിട്ടിയോ എന്ന് ചോദിക്കും. ഓർമ്മയുണ്ടോ? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞതാണോ, പാസ്റ്റിൽ നടന്നു കഴിഞ്ഞോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡിഡ് യു ഗെറ്റ് മൈ ഇമെയിൽ. പലരും അവിടെ ഡിഡ് യു ഗോട്ട് മൈ ഇമെയിൽ എന്ന് പറയാൻ ടെൻഡൻസി ഉണ്ട്. ഡിഡ് വരുമ്പം വേർബിന് നമ്മൾ പാസ്റ്റൻസ് ആക്കരുത് കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ആ നോർമൽ ഫോമിൽ, ബേസിക് ഫോമിൽ വെച്ചാൽ മതി. ഗെറ്റിൻ്റെ പാസ്റ്റൻസ് ഗോട്ടല്ലേ, പക്ഷെ ഗോട്ടിന് വെക്കരുത് ഡിഡ് വരുമ്പോൾ. ഡിഡ് യു ഗെറ്റ് മൈ ഇമെയിൽ? കഴിച്ചോ?
ഡിഡ് യു എയ്റ്റ് അല്ല ഈറ്റ്, ഡിഡ് യു ഈറ്റ് എന്താണ് ചോക്ലേറ്റ്സ് ആണെങ്കിൽ അത്. മനസ്സിലായോ? പോയോ, നീ പോയോ? ഡിഡ് യു വെൻറ്റ് അല്ല, ഡിഡ് യു ഗോ. ഗോ എന്ന് വെച്ചാൽ നിർത്തരുത്, ഗോ ഔട്ടോ അല്ലെങ്കിൽ ഗോ ടു ദ സൂപ്പർ മാർക്കറ്റോ എന്ന് വെച്ചാൽ ചോദിക്കാം. പക്ഷെ ഞാൻ പറയണത് ഫോക്കസ് ചെയ്യണത് ഡിഡ് വരുമ്പം വേർബ് ബേസ് ഫോമിൽ നിർത്താൻ മറക്കരുത്. കുറേ പേര് തെറ്റിക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. അപ്പോൾ ഡിഡ് യു ഗെറ്റ് മൈ ഇമെയിൽ, എൻ്റെ ഇമെയിൽ കിട്ടിയോ ചോദിക്കുമ്പോൾ അല്ല ഇതുവരെ നോക്കിയിട്ടില്ല, ഞാനിപ്പോൾ നോക്കാം. ഇതുവരെ ഇല്ല എന്ന് പറയാൻ എന്താ പറയും? നോട്ട് യെറ്റ്. ഇതുവരെ കിട്ടിയിട്ടില്ല, നോട്ട് യെറ്റ്, ഞാനിപ്പോൾ നോക്കാം. ഐ ചെക്ക് നൗ, ഐ ചെക്ക് നൗ. അപ്പോൾ ഇതുവരെ ഇല്ല എന്ന് പറയാൻ നോട്ട് യെറ്റ്. മറക്കുമോ? നോട്ട് യെറ്റ്. നീ മറ്റേ സാധനം വാങ്ങിച്ച് ഓർഡർ ചെയ്ത് ഓൺലൈൻ, നോട്ട് യെറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ചെയ്തില്ല, ഇനി അത് ചെയ്യും അന്നൊരു അർത്ഥം അവിടെ ഉണ്ട് കേട്ടോ. നോട്ട് യെറ്റ്, ഇതുവരെ ചെയ്തിട്ടില്ല, അപ്പോൾ ചെയ്യും. നോട്ട് യെറ്റ്. നീ കുളിച്ചോ? നോട്ട് യെറ്റ് എന്ന് വെച്ചാൽ കുളിച്ചിട്ടില്ല, ഞാൻ ഉടനെ തന്നെ കുളിക്കും. പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത്, അമ്മമാർ അച്ഛന്മാരൊക്കെ ചോദിക്കും കുളിച്ചോടാ, ഇന്ന് കുളിച്ചോ? നോട്ട് യെറ്റ്, പ്ലാനിലുണ്ട്, ഉടൻ തന്നെ ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഒരു സാധനം കാണിച്ചിട്ട് ഇതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താ ചോദിക്കണമെങ്കിൽ what do you think about it? What do you think about it? മനസ്സിലായോ? ഒരു പുതിയ മൂവി വന്നിട്ടുണ്ട്, what do you think about it? അല്ലെങ്കിൽ ഞാനൊരു പുതിയ എന്തെങ്കിലും പത്രത്തിൽ കണ്ടു, ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങി, what do you think about it? എന്താണ് നിൻ്റെ അഭിപ്രായത്തിനെ കുറിച്ച്? അങ്ങനെ. അപ്പോൾ കണ്ടിട്ട് നന്നായി തോന്നണോ എന്ന് പറയാൻ ലുക്സ് ഗ്രേറ്റ് ടു മീ, ലുക്സ് ഗ്രേറ്റ് ടു മീ അല്ലെങ്കിൽ ലുക്സ് ഗ്രേറ്റ് മതി. നമ്മളിന്ന് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. ആർ വി മീറ്റിംഗ് ടുഡേ? ഞാൻ പറഞ്ഞില്ലേ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പ്ലാൻ ചെയ്ത് ഭാവിയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യാം. അത് ചോദ്യമായി ചോദിക്കണമെങ്കിൽ ആർ വി മീറ്റിംഗ് ടുഡേ, നമ്മൾ ഇന്ന് മീറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്ന് ഉത്തരമാണെങ്കിൽ വി ആർ മീറ്റിംഗ് ടുഡേ. ഓക്കെ, മറന്നു പോവോ? ഇമ്പോർട്ടൻ്റ് ആണേ, എല്ലാം ഇമ്പോർട്ടൻ്റാണ്. ഉച്ചഭക്ഷണത്തിന് ശേഷം, ലഞ്ചിന് ശേഷം മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞെങ്കിൽ യാ ആഫ്റ്റർ ലഞ്ച്, ലഞ്ചിന് ശേഷം, ആഫ്റ്റർ ലഞ്ച്. കൊള്ളാം എന്ന് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല, ഐഡിയ കുഴപ്പമില്ല, ലഞ്ചിന് ശേഷം നല്ല കാര്യമാണ് എന്ന് പറഞ്ഞാൽ സൗണ്ട്സ് ഗുഡ്. എന്തെങ്കിലും കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാനൊക്കെ ഒരാൾ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്ന് നമ്മൾ പറയില്ലേ മലയാളത്തിൽ, കൊള്ളാം, കൊള്ളാം എന്ന് പറയുന്നില്ല, കാര്യം കുഴപ്പമില്ല, അയാൾ പറഞ്ഞ ഐഡിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ സൗണ്ട്സ് ഗുഡ്, സൗണ്ട്സ് ഗുഡ്, സൗണ്ട്സ് ഗുഡ്. അത് പറഞ്ഞ് ശീലിച്ചാൽ എപ്പോഴും വായിൽ വരും, സൗണ്ട്സ് ഗുഡ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ പറയും. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യം ചോദിക്കണമെങ്കിൽ, വളഞ്ഞു കുത്തി ചോദിക്കണമെന്ന് വേണ്ടിയിട്ട് ഫസ്റ്റ് സെൻറ്റൻസ് ആണ്. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ പറയാം, ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ, ക്യാൻ എന്ന് വെച്ചാൽ തുടങ്ങാം. ഞാൻ ചോദിക്കല്ലേ, അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ക്യാൻ ഐ ആസ്ക് യു സംതിങ്, ക്യാൻ ഐ ആസ്ക് യു സംതിങ്. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ക്യാൻ ഐ ആസ്ക് യു സംതിങ്. ഞാനിത് എടുത്തോട്ടെ, ക്യാൻ ഐ ടേക്ക് ദിസ് ബാഗ്. അത് പെർമിഷൻ പോലെ ചോദിക്കാണ് കേട്ടോ. ക്യാൻ ഐ ആസ്ക് യു സംതിങ്, ക്യാൻ ഐ ടേക്ക് ദിസ്, ക്യാൻ യു പ്ലീസ് ക്ലോസ് ദ വിൻഡോസ് എന്നൊക്കെ പറയാം. എന്താണ് എന്ന് ചോദിക്കണമെങ്കിൽ ഇപ്പം ക്യാൻ ഐ ആസ്ക് യു സംതിങ്ങിൻ്റെ ഉത്തരമാണ് ഷുവർ, വാട്ട്സപ്പ്. തീർച്ചയായും ഷുവർ, എന്താ ഇപ്പോൾ കാര്യം? വാട്ട്സപ്പ്. എന്താണിത്? വാട്ട്സപ്പ്. ഒരു മിനിറ്റ് ഉണ്ടാവുമോ എന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെയാ കാര്യങ്ങൾ പറയണ്ട, ഒരു മിനിറ്റ് ഉണ്ടാവുമോ? ഡു യു ഹാവ് എ മിനിറ്റ്, ഡു യു ഹാവ് എ മിനിറ്റ്. ഒരു കുപ്പി വെള്ളം ഉണ്ടാവുമോ? ഡു യു ഹാവ് എ ബോട്ടിൽ ഓഫ് വാട്ടർ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിക്കണമെങ്കിൽ, ഉണ്ടാവുമോ ഒന്ന് എടുക്കാനെന്നുള്ള ചോദിക്കണമെങ്കിൽ അത് ഡു യു ഹാവ്. ഓക്കെ, ഡു യു ഹാവ് സം മണി. കുറച്ച് പൈസ ഉണ്ടാവുമോ? ഡു യു ഹാവ് സം മണി. എൻ്റെ അടുത്ത് പറയാൻ ചോദിക്കാറാണ് ഡു യു ഹാവ് അല്ലെങ്കിൽ ഡു യു ഓഫർ ആൻ ഇംഗ്ലീഷ് കോഴ്സ്. യെസ് ഐ ഡു. അപ്പോൾ ഡു യു ഹാവ് എ മിനിറ്റ് എന്ന് ഒരാൾ ചോദിച്ചാൽ പറഞ്ഞോളൂ എന്ന് പറയണമെങ്കിൽ യാ ഗോ അഹെഡ്. പറഞ്ഞോളൂ, ഗോ അഹെഡ്. യാ ഉണ്ട്, പറഞ്ഞോളൂ, ഗോ അഹെഡ്. ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല, അങ്ങനെ പറയണേന ഐ ഡോണ്ട് നോ ഹൗ ടു ഫിക്സ് ദിസ് എന്ന് പറയണേക്കാളും ഭംഗിയിൽ പറയണമെങ്കിൽ ഐ എം നോട്ട് ഷുവർ, എനിക്ക് ഉറപ്പില്ല ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഹൗ ടു ഫിക്സ് ദിസ്, ഐ എം നോട്ട് ഷുവർ ഹൗ ടു ഫിക്സ് ദിസ്, ഐ എം നോട്ട് ഷുവർ ഹൗ ടു ഫിക്സ് ദിസ്. ഇത് എനിക്കൊരു പണി വന്നതാണ്, പക്ഷേ പ്രിൻ്റർ എന്തോ പ്രശ്നമുണ്ട്, ഐ എം നോട്ട് ഷുവർ ഹൗ ടു ഫിക്സ് ദിസ്. നമുക്ക് ഒരുമിച്ച് നോക്കാം എന്ന് പറയണമെങ്കിൽ ലെറ്റ്സ് ഫിഗർ ഇറ്റ് ഔട്ട് ടുഗെദർ. നമുക്കത് ഫിക്സ് ചെയ്യാൻ ഒരുമിച്ച് നോക്കാം. നല്ലത് ഫിക്സ് ചെയ്യാന്നല്ല പറയണത്, നമുക്ക് ഒരുമിച്ചൊന്ന് ശ്രമിച്ചു നോക്കാം. ലെറ്റ്സ് ഫിഗർ ഇറ്റ് ഔട്ട് ടുഗെദർ. ഫിഗർ സംതിങ് ഔട്ട് ടുഗെദർ എന്ന് വെച്ചാൽ ഒരുമിച്ചത് എന്താ പ്രശ്നം എന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ എന്ന് പറയാം. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫിഗറിങ് ഇറ്റ് ഔട്ട് ആണ്, എന്ന് വെച്ചാൽ അത് ശരിയാക്കുന്ന കാര്യം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ലെറ്റ്സ് ഫിഗർ ഇറ്റ് ഔട്ട് ടുഗെദർ. ഇപ്പോൾ ഒരു കുട്ടി പറയാണ്, നല്ലൊരു കട്ടിയുള്ള ഇൻ്റഗ്രേഷൻ ഒരു പ്രോബ്ലം മാത്സിൻ്റെ ഉണ്ട്,
ഇൻ്റഗ്രേഷൻ വേണ്ട, അത് ചിലപ്പോൾ പാരൻസിന് ബുദ്ധിമുട്ടായിരിക്കും. ഒരു എക്സ് വെച്ചിട്ടുള്ള മറ്റേ ഓൾജിബ്ര പ്രോബ്ലം അത് കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ ഇത് കിട്ടുന്നില്ല, ഐ എം നോട്ട് ഷുവർ ഹൗ ടു ഡു ദിസ്. അപ്പോൾ അമ്മ പറയാം, ലെറ്റ്സ് ഫിഗർ ഇറ്റ് ഔട്ട് ടുഗെദർ, നമുക്ക് ഒരുമിച്ച് നോക്കാം. ലെറ്റ്സ് ഫിഗർ ഇറ്റ് ഔട്ട് ടുഗെദർ. ഓക്കെ, 2 പ്രാവശ്യം പറഞ്ഞാണല്ലോ വായിൽ വരും. പറഞ്ഞു നോക്കൂ, ഒന്ന് പറയാം, ലെറ്റ്സ് ഫിഗർ ഇറ്റ് ഔട്ട് ടുഗെദർ. ഒരു പ്രാവശ്യം കൂടെ, ലെറ്റ്സ് ഫിഗർ ഇറ്റ് ഔട്ട് ടുഗെദർ. ഓക്കെ, അത് നല്ല സഹായമായി എന്ന് പറയാൻ താങ്ക്സ്, ദാറ്റ് ഹെൽപ്സ് എ ലോട്ട്. ഒന്നും കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഇതൊക്കെ എന്ത്, ഞാൻ ഇതിലും വലിയ കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന ആളാണ്, നോ പ്രോബ്ലം. അത്രയൊന്നും ഇല്ല കേട്ടോ, നമുക്ക് നോ പ്രോബ്ലം അല്ലാണ്ട് ഉപയോഗിക്കാം. ഞാൻ പറയണത് നമ്മുടെ ഉള്ളിൽ അങ്ങനെയൊക്കെ നമുക്കൊന്ന് വിചാരിച്ചാൽ നമുക്ക് സന്തോഷമാവും. അങ്ങനെ ഒരു ധ്വനിയൊന്നും നോ പ്രോബ്ലത്തിന് ഇല്ല കേട്ടോ, നോ പ്രോബ്ലം. എന്തിരിക്കണം, സിമ്പിൾ കാര്യം അല്ലേ, അത്രേ ഉള്ളൂ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം, നീ വിട്ടോ എന്നൊക്കെ പറയില്ലേ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്, ഗോ ഹെഡ്, പൊക്കോ, എനിക്ക് പോകണമെന്നല്ല പറഞ്ഞത്, ഗോ ഹെഡ് എന്ന് പറയാം. അപ്പം താങ്ക് യു പറഞ്ഞതിന് പകരം നമുക്കവിടെ അപ്രീഷിയേറ്റ് ഇറ്റ് എന്ന് പറയാം. അപ്രീഷിയേറ്റ് ഇറ്റ്, വലിയൊരു ഉപകാരമായിട്ടോ അത്. ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവില്ലേ, ഭക്ഷണം, ഉച്ചഭക്ഷണം, അത് കഴിക്കാൻ പോകുന്ന സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസസ് പഠിക്കാം. അതൊക്കെ പല കോണ്ടെക്സ്റ്റിൽ പഠിച്ചാൽ നിങ്ങൾ നന്നായിട്ട് ഓഫീസിലൊക്കെ ഉപയോഗിക്കും. വിശക്കുണ്ടോ ചോദിക്കണമെങ്കിൽ ആർ യു ഹംഗ്രി എന്നൊക്കെ ചോദിക്കാം, കുറച്ചുകൂടെ സിമ്പിളായി ചോദിക്കാം. ഹംഗ്രി യെറ്റ്, വിശന്ന് തുടങ്ങിയാ, ഹംഗ്രി യെറ്റ്, അയ്യോ ഭയങ്കര വിശപ്പ്, സ്റ്റാർവിങ് എന്ന് പറയാം. വെരി ഹംഗ്രി എന്നൊന്നും പറയരുത്, സ്റ്റാർവിങ്. സ്റ്റാർവ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, പട്ടിണി കിടന്ന് അങ്ങനെ അവസ്ഥയാകുമ്പോൾ സ്റ്റാർവ് ചെയ്യാന്ന് പറയാം അല്ലെ നമ്മൾ. പക്ഷെ നമുക്ക് ഭയങ്കര വിശപ്പിനെ അങ്ങനെ പറയാം, ഓ സ്റ്റാർവിങ്. എവിടെ പോകണ്ടേ എന്ന് പറയും, എവിടെയാന്ന് പറയാൻ വേർ കേട്ടോ. എവിടെയാണ് നമ്മൾ പോകേണ്ടത്, വേർ ഷുഡ് ബി ഗോ, വേർ ഷുഡ് ബി ഗോ. ഷുഡ് ബി ഗോ എന്ന് വെച്ചാൽ അർത്ഥം നമ്മൾ പോകണോ, അപ്പം എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിക്കാൻ വേർ ഷുഡ് ബി ഗോ. ആ പുതിയ കഫേയിലാണെങ്കിലോ, ഹൗ അബൌട്ട് ദാറ്റ് ന്യൂ കഫേ, ഹൗ അബൌട്ട് ദാറ്റ് ന്യൂ കഫേ. അങ്ങനെ ആയാലോ എന്ന് ചോദിക്കണം, ഹൗ അബൌട്ട് ദാറ്റ് ന്യൂ കഫേ. ഒരു പുതിയ കഫേ തുടങ്ങിയില്ലേ, അവിടെയാലോ, ഹൗ അബൌട്ട് ദാറ്റ് ന്യൂ കഫേ. അപ്പോൾ നിങ്ങൾ പുറത്ത് ഇറങ്ങാൻ നിൽക്കുക, അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ചോദിക്കുകയാണ്, ഏതാടി ഞാൻ ഷർട്ട് ഇടണ്ടേ, ഹൗ അബൌട്ട് ദ ബ്ലൂ വൺ, ആ നീലയില്ലേ അതിട്ടാലോ, നിങ്ങൾക്ക് നല്ല മാച്ചാ, ഹൗ അബൌട്ട്. കണ്ടോ, അങ്ങനെ ആയാലോ, അതായാലോ, ഹൗ അബൌട്ട് ദാറ്റ്. മറക്കും അത്, ഹൗ അബൌട്ട് എന്നിട്ട് ആ സംഭവം അത് പറഞ്ഞാൽ മതി. ഓ കൊള്ളാം, അത് നല്ല ഐഡിയ ആണ്, സൗണ്ട്സ് പെർഫെക്റ്റ്. നേരത്തെ സൗണ്ട്സ് ഗുഡ് എന്ന് പറഞ്ഞു, ഇപ്പോൾ സൗണ്ട്സ് പെർഫെക്റ്റ്, അടിപൊളി ഐഡിയ. വിശന്നിരിക്കുന്ന ആൾക്കാരോട് ഏത് റെസ്റ്റോറൻറ്റ് പറഞ്ഞാലും അവരിങ്ങനെ പറയും, സൗണ്ട്സ് പെർഫെക്റ്റ്. നീ എന്താ കഴിക്കണേ എന്ന് പറയും, വാട്ട് ആർ യു ഹാവിങ് എന്ന് വെച്ചാൽ നിനക്ക് എന്താണ് പ്ലാൻ, എന്ത് കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ പ്ലാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ, വാട്ട് ആർ യു ഹാവിങ്, അല്ലെങ്കിൽ ആർ യു ഗോയിങ്, നീ പോകാൻ പ്ലാൻ ഉണ്ടോ, നീ എന്താണ് കഴിക്കണത്, വാട്ട് ആർ യു ഹാവിങ്. ഞാനൊരു സാൻഡ്വിച്ച് എടുക്കാം, അപ്പോൾ ഐ ഹാവ് എ സാൻഡ്വിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. വേറൊരു രീതി, ഐ ഗോ വിത്ത് എ സാൻഡ്വിച്ച്, ഞാനൊരു സാൻഡ്വിച്ചുമായി മുന്നോട്ട് പൊക്കോളാം എന്ന് മലയാളത്തിൽ പറയില്ല. പക്ഷേ ഇംഗ്ലീഷിൽ എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞാനൊരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്യാമെന്നാ, ഐ ഗോ വിത്ത് എ സാൻഡ്വിച്ച്. ഞാനും എന്ന് പറയും, സെയിം ഹിയർ. എങ്ങാനും നല്ലതാണെങ്കിലോ അല്ലേ, അപ്പോൾ ഞാനും അതിന് എടുക്കാം, സെയിം ഹിയർ, ഇവിടെയും അത് തന്നെ. കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുക, ഡു യു വോണ്ട് സംതിങ് ടു ഡ്രിങ്ക്. ഇതിന് തന്നെ നമ്മൾ പൊതുവെ കാഷ്വൽ കോൺവെർസേഷനിൽ പറയാം, വോണ്ട് സംതിങ് ടു ഡ്രിങ്ക്. അപ്പോൾ ഡു എവിടെ പോയി, ഡു വിഴുങ്ങി, വിശപ്പല്ലേ. കാഷ്വൽ കോൺവെർസേഷൻ അല്ലേ, എഴുതുമ്പോഴൊക്കെ ഡു ഒക്കെ വരും, ശരിക്കും അവിടെ ഡു വേണം. പക്ഷെ നമ്മൾ ഈ കാഷ്വൽ കോൺവെർസേഷനിൽ പലപ്പോഴും പല വാക്കും പറയില്ല. തെറ്റാണോ, ഇല്ല, അറസ്റ്റ് ചെയ്യാൻ പാകത്തിന് കുറ്റമൊന്നുമില്ല, എന്നാലും ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക കേട്ടോ. അപ്പം അതിൻ്റെ അർത്ഥം ഡു അവിടെ ഇല്ല എന്നാണോ, അതെല്ലാവർക്കും അറിയാം അവിടെ ഡു ഉണ്ടെന്ന്, അതുകൊണ്ട് അവർ ഉപയോഗിക്കാത്തതാണ്. അങ്ങനെ പറയാൻ പറ്റും. പക്ഷേ ഈ ഇംഗ്ലീഷിൻ്റെ എക്സാംസിലൊക്കെ അവിടെ ഡു ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ, കാഷ്വൽ അല്ലേ എന്നൊക്കെ പറയരുത്. റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പൊതുവെ ഫോർമൽ ലാംഗ്വേജ് യൂസ് ചെയ്യും, പക്ഷെ സംസാരിക്കുമ്പോൾ പലതും നമ്മൾ വിഴുങ്ങും. അപ്പോൾ വോണ്ട് സംതിങ് ടു ഡ്രിങ്ക്, വോണ്ട് സം വാട്ടർ എന്നൊക്കെ ചോദിക്കാം. വെറും വെള്ളം മതി, താങ്ക്സ്, ജസ്റ്റ് വാട്ടർ. ഇത് ഭയങ്കര വിലയാണ് ഈ ജ്യൂസിനൊക്കെ, ജസ്റ്റ് വാട്ടർ, വെള്ളം മാത്രം മതി. ഇന്ന് ഭയങ്കര ചൂടല്ലേ, ഇങ്ങനെ പറയും. വെതറിനെ കുറിച്ച് പറയാം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഇറ്റ്സ് റിയലി ഹോട്ട് ടുഡേ. ഇറ്റ്സ് റിയലി ഹോട്ട് ടുഡേ. അന്നത് ഫീൽ ചെയ്ത് പറയോ, ഇറ്റ്സ് റിയലി ഹോട്ട് ടുഡേ. അങ്ങനെ ഒന്ന് പറഞ്ഞാൽ അത് കിട്ടും. നീ തലേന്നൊക്കെ ആ വേർപ്പ് തുള്ളി ഇറ്റിച്ച് താഴത്തേക്ക് കളഞ്ഞ് ഇറ്റ്സ് റിയലി ഹോട്ട് ടുഡേ.
അപ്പം നമ്മളിവിടെ വേർത്ത് കുളിച്ചിരിക്കുക. അപ്പം നമ്മളിങ്ങനെ കൈകൊണ്ടൊക്കെ വീശിട്ട് ടെൽ മീ അബൌട്ട് ഇറ്റ്. അതെ അതിനെ പറയൂ. അതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ എനിക്കും അതേ ഫീലിംഗ് തന്നെയാണ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ ടെൽ മീ അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് ചൂടിനെ കുറിച്ച് പറയൂ. നിങ്ങൾക്ക് ചൂട് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല. ടെൽ മീ അബൌട്ട് ഇറ്റ് എന്ന് പറയുമ്പോൾ ഇന്നലെ ചൂട് കാരണം ഉറങ്ങാൻ പറ്റില്ല, അങ്ങനെയൊന്നും പറയരുത്. ടെൽ മീ അബൌട്ട് ഇറ്റ് നിങ്ങൾ പറയുന്നത് സത്യമാണ്, എൻ്റെ ഫീലിംഗ് അത് തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് കേട്ടോ ടെൽ മീ അബൌട്ട് ഇറ്റ്. ഇപ്പം ഞാൻ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പഠിപ്പിക്കാം. ഇപ്പം നമ്മൾ ഒരാളായിട്ട് എന്തെങ്കിലും ഒരു പിണക്കുണ്ടായി, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി എന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ തമ്മിൽ സോൾവ് ആയോ എന്ന് അയാളോട് പോയി ചോദിക്കണമെങ്കിൽ ഒരു ഫ്രേസ് ഉണ്ട്. എന്താ അറിയാം? വി സ്ക്വയർ. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ, അതൊക്കെ പോട്ടെ, അതൊക്കെ കുഴപ്പമില്ല, ആ സമയത്ത് അങ്ങനെ പറഞ്ഞു പോയതല്ലേ, നമ്മൾ തമ്മിൽ ഓക്കെ ആണെന്ന് പറയാൻ വി ആർ സ്ക്വയർ. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് മൂവീസിലൊക്കെ കാണാൻ പറ്റും, പഠിച്ചോളൂ. ഇപ്പോൾ ഇത് ഇപ്പോൾ പിണക്കം മാത്രമല്ല കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ലഞ്ചിന് പോയപ്പം നീയല്ലേ കൊടുത്തേ, ഇത്തവണ ഞാൻ കൊടുത്തു, വി ആർ സ്ക്വയർ. പക്ഷേ നമ്മൾ തമ്മിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല, ഈവൻ ആണെന്ന്. വി ആർ ഈവൻ എന്നും പറയാം, വി ആർ സ്ക്വയർ എന്നും പറയാം. അതും പഠിച്ചോളൂ. ഈ വീക്കെൻഡിൽ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ അങ്ങനെ പറയും. ആർ യു ഗോയിങ് എനിവേർ ദിസ് വീക്കെൻഡ് ചോദിക്കാം. അല്ലെങ്കിൽ ആർ യു ഹെഡിങ് എനിവേർ ദിസ് വീക്കെൻഡ്. ആ ഗോയിങ്ങിന് പറയാം, ഹെഡിങ് എന്ന് പറയാമെന്ന് പറഞ്ഞില്ലേ ഞാൻ നേരത്തെ. ആർ യു ഹെഡിങ് എനിവേർ ദിസ് വീക്കെൻഡ്, എവിടെയെങ്കിലും, അതാണ് എനിവേർ. ഇത് തന്നെ ആറ് ചിലപ്പം വിഴുങ്ങും. യു ഹെഡിങ് എനിവേർ ദിസ് വീക്കെൻഡ് എന്ന് ചോദിക്കും. അപ്പോൾ ആറെവിടെ പോയി? നേരത്തെ പറഞ്ഞ മാതിരി വിഴുങ്ങിയതാ, അവിടെ ഉണ്ട് ശരിക്കും. പിന്നെ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരാകുമ്പോൾ ആറൊക്കെ ഇടയ്ക്കൊണ്ട് വിഴുങ്ങും. യു ഹെഡിങ് എനിവേർ ദിസ് വീക്കെൻഡ്, എനിവേർ, എവിടെയെങ്കിലും. ഓക്കെ. തീരുമാനമായിട്ടില്ല, ഉറപ്പില്ല, നോട്ട് ഷുവർ യെറ്റ്. നിങ്ങൾ ഉറപ്പിച്ചിട്ടില്ല, നോട്ട് ഷുവർ യെറ്റ്. ചിലപ്പോൾ ഞാൻ വീട്ടിനകത്ത് തന്നെ ഇങ്ങനെ നിൽക്കും, എവിടെയും പോവില്ല. മേ ബി ജസ്റ്റ് സ്റ്റേയിങ് ഇൻ. ചിലപ്പോൾ ഇവിടെ തന്നെ നിൽക്കും, പുറത്തിറങ്ങാനൊന്നും ചിലപ്പോൾ നിൽക്കില്ല. മേ ബി, ഒരു പക്ഷേ ജസ്റ്റ് സ്റ്റേയിങ് ഇൻ. അതും ചില സമയത്ത് നല്ലതാണ് അല്ലേ, വീട്ടിനകത്ത് നിൽക്കണേ. ദാറ്റ്സ് നൈസ് സംടൈംസ്. ചില സമയങ്ങളിലൊക്കെ എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാണ്ട് വീട്ടിനകത്ത് നിൽക്കുന്ന അസുഖമുള്ള ആൾക്കാരുണ്ട്. ഞാനൊക്കെ അങ്ങനെയാണ്. ദാറ്റ്സ് നൈസ് സംടൈംസ്. എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. എനിക്ക് വേണമെന്ന് പറയാൻ ഐ നീഡ്, അല്ലെങ്കിൽ ഐ വോണ്ട്. നമുക്ക് ഈ റെസ്റ്റൊക്കെ ശരിക്കും വേണമല്ലോ, തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് ഐ നീഡ് തന്നെ അങ്ങനെ പറഞ്ഞോളൂ. നീഡ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ എസെൻഷ്യലാണ് കേട്ടോ, അതില്ലാണ്ട് പറ്റില്ല. ഐ നീഡ് സം റെസ്റ്റ്, കുറച്ച് റെസ്റ്റ് അത്യാവശ്യമാണ്. ഐ നീഡ് സം റെസ്റ്റ്. ഇവിടെ അതുപോലെ തന്നെ സെയിം ഹിയർ, സെയിം ഹിയർ. നമ്മളെ ഈ ഡെസേർട്ട് വല്ലതും വാങ്ങിക്കണോ, മധുരം എന്തെങ്കിലും ഓർഡർ ചെയ്യണോ, ഷുഡ് വി ഗെറ്റ് ഡിസേർട്ട്. എന്തെങ്കിലും മധുരം എന്തെങ്കിലും ഓർഡർ ചെയ്യണോ, ഷുഡ് വി ഗെറ്റ് ഡിസേർട്ട്. നമ്മൾ പുറത്ത് പോകണോ, ഷുഡ് വി ഗോ ഔട്ട്. ആ സെൻറ്റൻസ് കണ്ടോ? വേണ്ട ഞാൻ ഫുള്ളാ, ഐ എം ഫുൾ. വേണ്ടെന്ന് പറയാൻ നോ എന്ന് പറയുന്ന പോലെ തന്നെ ആൾക്കാർ ഉപയോഗിക്കണം കേട്ടോ, ഉപയോഗിച്ചോളൂ. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരാം, ഡു യു വാണ്ട് സം മോർ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഐ എം ഫുൾ എന്ന് പറഞ്ഞു, ഐ എം ഫുൾ. ഓക്കെ. അപ്പോൾ ഇനി വർക്കൊക്കെ തീർന്നു, നമ്മൾ വൈകുന്നേരത്തെ കാര്യമാണ്. ഞാൻ വീട്ടിലെത്തിയിട്ടോ അങ്ങനെ പറയാം, ഐ എം ഹോം, ഐ എം ഹോം. ഐ എം അറ്റ് ഹോം എന്നൊന്നും പറയണ്ട കേട്ടോ, ഐ എം ഹോം. അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മുകളിലാണ് തുണി വിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ കയറി വന്നിട്ട് ഉടനെ ഞാൻ എത്തിയിട്ടാ, ഐ എം ഹോം അങ്ങനെ പറയാം, ഐ എം ഹോം. ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ദിവസം? ഹൗ വാസ് യുവർ ഡേ? ഹൗ വാസ് യുവർ ഡേ? കണ്ടോ, ആ ദിവസം കഴിഞ്ഞു പോയ സമയം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ട. ഇന്നത്തെ ദിവസം തീർന്നിട്ടില്ലല്ലോ, ഇന്ന് വൈകുന്നേരം കൂടെ എത്തിയിട്ടില്ലല്ലോ ആള്. അത് കഴിഞ്ഞിട്ടുള്ള സമയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ല, ഓഫീസിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഹൗ വാസ് കേട്ടോ, ഹൗ വാസ്, എങ്ങനെ ഉണ്ടായിരുന്നു, ഹൗ വാസ് യുവർ ഡേ. വലിയൊരു ദിവസമായിരുന്നു, പക്ഷെ നല്ലായിരുന്നു അല്ലേ, കുറേ പണി ഉണ്ടായിരുന്നു. അപ്പോൾ ലോങ് ബട്ട് ഗുഡ്. ലോങ് ഡേ എന്ന് വെച്ചാൽ കുറേ പണി ഉണ്ടായിരുന്നു എന്നർത്ഥം. ലോങ് ബട്ട് ഗുഡ്, പക്ഷെ നല്ല ദിവസമായിരുന്നു. ഭയങ്കര ക്ഷീണിച്ച പോലെ തോന്നുന്നുണ്ടല്ലോ, ക്ഷീണിച്ചതുപോലെ. യു ലുക്ക് ടയേർഡ്, യു ലുക്ക് ടയേർഡ്. ടയേർഡാണ്, ഐ ആം. അപ്പോൾ ഐ ആം ടയേർഡ് എന്ന് അവിടെ പറയണ്ട, കാരണം യു ലുക്ക് ടയേർഡിൻ്റെ ഉത്തരമായിട്ടാണ് ഐ ആം. ഇവിടെ നമ്മൾ കോൺട്രാക്റ്റഡ് ഐ എം എന്ന് പറയരുത് കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഐ ആം തന്നെ പറയണം. പൊതുവെ ഐ എം വിനി, ഐ എം ഹംഗ്രി എന്നൊക്കെ പറയില്ലേ, അതുമാതിരി ഇവിടെ ഐ എം എന്ന് പറയരുത്, ഐ ആം അത് തന്നെ പറയണം. യു ലുക്ക് ടയേർഡ്, ഐ ആം. ഡിന്നർ റെഡി ആയോ? ഇസ് ഡിന്നർ റെഡി എന്ന് ചോദിക്കാം. ഇസ് അവിടെ നമുക്ക് വേണമെങ്കിൽ വിഴുങ്ങാം. ഡിന്നർ റെഡി, കാഷ്വൽ കോൺവെർസേഷൻ ആണ്, എപ്പോഴും വിഴുങ്ങരുതേ. ഏകദേശം റെഡിയായി, ഓൾമോസ്റ്റ്. ഇതൊക്കെ ഒരു സെൻറ്റൻസ് ആയിട്ട് നമുക്ക് പറയാമെന്നാണ് പറയണേ, ഓൾമോസ്റ്റ്. നല്ല മണം, സ്മെൽസ് അമേസിങ്. ഇതുണ്ടോ, വെരി ഗുഡ് സ്മെൽ എന്ന് പറയണേക്കാളും സ്മെൽസ് ഗുഡ് അല്ലെങ്കിൽ സ്മെൽസ് അമേസിങ് അങ്ങനെയാ പറയാം കേട്ടോ.
സ്മെൽസ് ഗുഡ്, സ്മെൽസ് അമേസിങ്. ഓഹ് നല്ല ചിക്കൻ ബിരിയാണിയുടെ മണം, സ്മെൽസ് അമേസിങ്. ടേബിൾ ഒന്ന് റെഡിയാക്കുമോ? എന്താ പറയുക, ക്യാൻ യു സെറ്റ് ദ ടേബിൾ എന്ന് വെച്ചാൽ പ്ലേറ്റ് ഒക്കെ എടുത്ത് വയ്ക്കുക, ഗ്ലാസ് ഒക്കെ എടുത്ത് വയ്ക്കുക, വെള്ളമൊക്കെ എടുത്ത് വയ്ക്കുക, അതൊക്കെ ചെയ്യില്ലേ. ക്യാൻ യു സെറ്റ് ദ ടേബിൾ, ടേബിൾ ഒന്ന് സെറ്റ് ചെയ്യുമോ? ക്യാൻ യു സെറ്റ് ദ ടേബിൾ? ഓ തീർച്ചയായും. ഷുവർ തിങ്, ഷുവർ തിങ്. തിങ് എന്ന് വെച്ചാൽ വസ്തു. എന്താണത്? ഉറപ്പായ വസ്തുവാണത്. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ മലയാളം ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഒരമ്മ പറ്റ രണ്ട് മക്കളൊന്നുമല്ല. അത് ഓരോ രീതിയിൽ ഇവോൾവ് ചെയ്ത് വരുന്ന ലാംഗ്വേജ് അല്ലേ. അപ്പം അതിൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ മലയാളത്തിൽ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇംഗ്ലീഷിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഇതുപോലെ ഇംഗ്ലീഷുകാർ മലയാളം പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരും പറയും ഇതെന്തിനാണ് ഈ ഭാഷയിൽ ഇങ്ങനെ ഒക്കെ. അതങ്ങനെയാണ്, രണ്ട് ഭാഷയല്ലേ. അപ്പം അവരുടെ കാര്യങ്ങൾ അങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണല്ലോ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഷുവർ തിങ്. ചെയ്യാം, എന്തായാലും ചെയ്യാം, ഷുവർ തിങ്. ടി വിയിൽ ഇന്നെന്താ ശ്രദ്ധിക്കണം. വാട്ട്സ് ഓൺ ടി വി ടുനൈറ്റ്. അവിടെ ദ ടി വി എന്ന് വേണ്ട, ഓൺ തന്നെ ഉപയോഗിക്കണം. വാട്ട്സ് ഓൺ ടി വി ടുനൈറ്റ്. ടി വിയിൽ നിന്ന് എന്താ രാത്രി ചിലപ്പോൾ പടമൊക്കെ ഉണ്ടാവില്ല. വാട്ട്സ് ഓൺ ടി വി ടുനൈറ്റ്. ഓൺ ദ ടി വി എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ആ ടി വി എന്നുള്ള ആ മെഷീനില്ലേ, ആ എന്താ പറയുക, ടി വി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇലക്ട്രോണിക് ഉപകരണം, അതിൻ്റെ മുകളിൽ എന്താ വാട്ട്സ് ഓൺ ദ ടി വി? എന്താ അത്? എലിയാണോ അത്? പല്ലിയാണോ? അങ്ങനെ അർത്ഥം വരും. വാട്ട്സ് ഓൺ ടി വി എന്ന് പറഞ്ഞാൽ ടി വിയിൽ പ്രക്ഷേപണം ചെയ്യുന്നത് എന്താന്നുള്ള അർത്ഥം. വളരെ ഡിഫറെൻ്റ് അല്ലേ രണ്ടും. അപ്പം അത് ശ്രദ്ധിക്കണം. ദ ഉണ്ടല്ലോ, ദ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ച ആൾക്കാരില്ലായിരുന്നു. എനിക്കിപ്പോൾ ഇതാ അറിയാം, ഇത് അറിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ ദ കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ആകെ തെറ്റും. പക്ഷെ ആൾക്കാർക്ക് ദനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ ഇപ്പോൾ ദയുടെ വീഡിയോ ഉണ്ടാക്കിയാലും അതിന് ആരും കാണാൻ നിൽക്കാറില്ല. അപ്പം ഞാൻ വിചാരിക്കും ഒരു തെറ്റിദ്ധാരണ കൊണ്ട് അത് അറിയാമെന്നുള്ള. ദ കോംപ്ലിക്കേറ്റഡ് ആണ്. പേടിപ്പിക്കാൻ പറഞ്ഞല്ല. ഇപ്പം ഞാൻ കണ്ടില്ലേ, വാട്ട്സ് ഓൺ ടി വിയും വാട്ട്സ് ഓൺ ദ ടി വിയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അത്രേ ഉള്ളൂ. ആ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമുക്കിങ്ങനെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഓരോന്ന് പഠിപ്പിക്കുമ്പം ചെറിയ ചെറിയ ഡിഫറൻസുകളൊക്കെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ടി വിയിൽ എന്താ? വാട്ട്സ് ഓൺ ടി വി ടുനൈറ്റ്. ടുനൈറ്റ് എന്ന് വെച്ചാൽ രാത്രി. ഈ രാത്രി എന്താന്ന് അധികമൊന്നുമില്ല. എന്നാൽ ഒന്നുമില്ല കാര്യമായിട്ട് ഞാൻ നോക്കി. നോട്ട് മച്ച്, ഐ ചെക്ട്. നോട്ട് മച്ച്, ഒന്നുമില്ല എൻ്റെ ഉള്ളിൽ. ഐ ചെക്ട്, ഞാൻ നോക്കി. ചെക്ട്, ഞാൻ നോക്കി കഴിഞ്ഞു. ഒരു സിനിമ കാണണോ? അങ്ങനെ പറയും. ഡു യു വോണ്ട് ടു വാച്ച് എ മൂവി? അത് നമ്മൾ പറയുമ്പോൾ ഡു നമുക്ക് വിഴുങ്ങാം. വോണ്ട് ടു വാച്ച് എ മൂവി, വോണ്ട് ടു വാച്ച് എ മൂവി. പിന്നെന്താ ചെയ്യാലോ? വൈ നോട്ട്. എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നാണ് അതിൻ്റെ അർത്ഥം. വൈ നോട്ട്, കാണാലോ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വൈ നോട്ട്. ഏത്? വിച്ച് വൺ. ഏതാണ്? വിച്ച് വൺ. നീ എടുക്ക്, നീ സെലക്ട് ചെയ്യ്, യു പിക്ക്. അത് ഞാൻ ഓൾറെഡി കണ്ടതാ. ഐ ഹവ് സീൻ ദാറ്റ് വൺ ഓൾറെഡി. ഞാൻ ഓൾറെഡി അത് കണ്ടതാണ്. ഓക്കെ, എന്നാൽ ഏതെങ്കിലും പുതിയത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് സംതിങ് ന്യൂ. ഏതെങ്കിലും പുതിയത് കണ്ടുപിടിക്കാം. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് സംതിങ് ന്യൂ. ഇത് നല്ലതെന്ന് തോന്നുന്നു. ദിസ് വൺ ലുക്സ് ഗുഡ്. അത് നമുക്ക് കാണാം. അപ്പോൾ എന്തെങ്കിലും ചെയ്യാം. ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ നമുക്ക് കാണാം. ലെറ്റ്സ് വാച്ച് ഇറ്റ്. നമുക്ക് പുറത്ത് പോവാം. ലെറ്റ്സ് ഗോ ഔട്ട്. ലെറ്റ്സ് വാച്ച് ഇറ്റ് കേട്ടോ. മറക്കുമോ? ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് ഫീലിങ്സും ഒപ്പീനിയൻസും അതൊക്കെ പഠിക്കാം. ഭയങ്കര ക്ഷീണമാടാ എനിക്ക്. ഐ എം സോ ടയേർഡ്. ഭയങ്കര വയ്യാണ്ടായിട്ടാ, ക്ഷീണിച്ചു ഞാൻ. ഐ എം സോ ടയേർഡ്. അയ്യോ എവിടെ? അതെ, സെയിം ഹിയർ. അത് കൊള്ളാം. ദാറ്റ്സ് ഓസം. അത് കൊള്ളാമെന്ന് പറയാം. ദാറ്റ്സ് ഓസം. ശരിക്കും? പിന്നെ എങ്ങനെയാ? റിയലി? നോ വേ. എന്ത്? അവൾക്കത് ജോലി കിട്ടിയതാ? റിയലി? ശരിക്കും? പിന്നെ നോ വേ. ഒരു രക്ഷയില്ല, അവൾക്കൊന്നും കിട്ടാൻ ചാൻസില്ല. അസൂയ. റിയലി? നോ വേ. ഒരു വകുപ്പില്ല അതിന് അങ്ങനെ. പക്ഷെ അതിൻ്റെ അർത്ഥം അസൂയ എന്നല്ല മാത്രമല്ല, നമ്മൾ അഡ്മയർ ചെയ്യാം. നോ വേ, വാവ്, അതെന്തൊരു സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അവൾ അച്ചീവ് ചെയ്തത്, അടിപൊളി എന്നുള്ള അർത്ഥം അതിലുണ്ട് കേട്ടോ. എന്തർത്ഥം വേണമെങ്കിലും ആവാം. നമ്മുടെ മനോഭാവവും നമ്മുടെ ക്യാരക്ടറും പോലെ ഇരിക്കും ഇതിനർത്ഥം. അയ്യോ അത് ഭയങ്കര തമാശ കേട്ടോ. ദാറ്റ്സ് സോ ഫണി. സണ്ണി എന്നൊക്കെ പറഞ്ഞ മാതിരി ഇന്ന് വേണ്ട. ദാറ്റ്സ് സോ ഫണി എന്നേ പറയുള്ളൂ. രണ്ടെണ്ണം ഇല്ലേ അവിടെ? എന്തിനു വേണ്ടിയിട്ട് അതെന്ന് ചോദിച്ചാൽ ചിലരൊക്കെ അങ്ങനെ എഴുതും. ഇംഗ്ലീഷിൻ്റെ സ്പെല്ലിങ്ങിനെ കുറിച്ച് എന്നോട് പറയിപ്പിക്കാൻ തുടങ്ങരുത്. അവർ കഴിഞ്ഞ ദിവസം ഒരാളുടെ അടുത്ത് പറയായിരുന്നു, ഈ ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് ബി എന്നൊരു കോമ്പറ്റീഷൻ ഉണ്ട്. വേറെ ഏതെങ്കിലും ഭാഷയിൽ കണ്ടിട്ടുണ്ടോ?
നമ്മൾ സ്കൂളിൽ ഡിക്റ്റേഷൻ ഇടാന്നല്ലാണ്ട് ഇതൊരു കോമ്പറ്റീഷനൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ചത് എന്താ കാരണം? അത്രയും ടഫാണ്. ഒരു കോമ്പറ്റീഷൻ ആക്കാൻ പാകത്തിനുണ്ട് ഇംഗ്ലീഷിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. ഒരാളൊരു ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞാലും നമുക്ക് അതിൻ്റെ സ്പെല്ലിംഗ് ഒന്നും കാണാൻ പറ്റില്ല. കാരണം അതൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ ആഫ്രിക്കൻ വല്ല ലാംഗ്വേജ് ഒന്നും അവരെടുത്ത വല്ല വാക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ വാക്ക്, അല്ലെങ്കിൽ ലാറ്റിൻ, അല്ലെങ്കിൽ ഫ്രഞ്ച്. ഇതിന് ഒറിജിൻ അനുസരിച്ചാണ് ഇവരൊക്കെ സ്പെല്ലിംഗ് എടുക്കുന്നത്. ഒരു മേനയില്ലാത്ത ഭാഷയാണ് സ്പെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ. പക്ഷേ പഠിച്ചേ പറ്റൂ കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാർക്ക് കുറയും. ഏത് എക്സാം ആണെങ്കിലും IELTS ആണെങ്കിലും എല്ലാം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് പഠിച്ചേ പറ്റൂ അല്ലേ? സാരമില്ല. ശരിക്കും ഞാൻ അതിലൊരു തർക്കമില്ല. ഞാൻ കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്നു എന്ന് പറയാൻ ഐ കംപ്ലീറ്റ്ലി എഗ്രി, അല്ലെങ്കിൽ ടോട്ടലി എഗ്രി. ഐ ടോട്ടലി എഗ്രി. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. ഐ തിങ്ക് നോ എന്ന് പറയരുത്. ഐ ഡോണ്ട് തിങ്ക് സോ എന്നാ പറയാം. ശരിയാന്ന് തോന്നുന്നു എന്ന് പറയാൻ ഐ തിങ്ക് സോ. ഐ തിങ്ക് യെസ് എന്ന് പറയരുത്. ഐ തിങ്ക് സോ, ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെന്ന്. ഐ ഡോണ്ട് തിങ്ക് സോ. ഇന്ന് മഴ പെയ്യൂലേ? ഐ തിങ്ക് നോ എന്ന് പറയരുത്. ഐ ഡോണ്ട് തിങ്ക് സോ. നല്ല അവസ്ഥയല്ലേ? നല്ല മഴ വീണ്. ചിലപ്പോൾ നീ പറഞ്ഞാൽ ശരിയായിരിക്കും. എങ്ങനെ പറയും? മേ ബി യു ആർ റൈറ്റ്. മേ ബി എന്ന് വെച്ചാൽ ഒരു പക്ഷേ, അല്ലെങ്കിൽ പെർഹാപ്സ് എന്നൊക്കെ അർത്ഥമാണ്. മേ ബി യു ആർ റൈറ്റ്. ചിലപ്പോൾ നീ പറഞ്ഞാൽ ശരിയായിരിക്കും. ചിലപ്പോൾ മേ ബി യു ആർ റൈറ്റ്. ആർക്കറിയാം? ഹൂ നോസ്? നമുക്ക് നോക്കാം അല്ലേ? അവനോടൊന്ന് പറയുമോ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കാണ്ട് വീട്ടിൽ നേരത്തെ കയറണമെന്ന്? നോക്കാം, പറയാൻ നോക്കാം. ലെറ്റ് സി. പേടിയാണ് അച്ഛന് അങ്ങോട്ട് സംസാരിക്കാൻ. ലെറ്റ് സി, ഞാൻ നോക്കട്ടെ, സംസാരിക്കാം, നോക്കാം. ലെറ്റ് സി. ലെറ്റ് സി പല സ്ഥലത്തും ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് അപ്പം തന്നെ യെസ് ഓർ നോ പറയാതെ രക്ഷപ്പെടണമെങ്കിൽ ലെറ്റ് സി, നോക്കാം. നമ്മൾ നോക്കാം മലയാളത്തിൽ കുറേ ഉപയോഗിക്കില്ലേ? അവിടെ ഒക്കെ ഉപയോഗിച്ചോളൂ. ലെറ്റ് സി, അല്ലെങ്കിൽ ലെറ്റ് മി സി, ഞാൻ നോക്കട്ടെ. അങ്ങനെ ആവുമെന്ന് വിചാരിക്കാം, വിശ്വസിക്കാം. ഐ ഹോപ്പ് സോ. പാസ്സാവുമെന്ന് വിചാരിക്കാമല്ലോ. ഇപ്രാവശ്യമെങ്കിലും 3ാമത്തെ വർഷം അവൻ എഴുതണ എക്സാം. ഐ ഹോപ്പ് സോ. ഇപ്രാവശ്യമെങ്കിലും പാസ്സായാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കാം. ഐ ഹോപ്പ് സോ. എനിക്ക് വിശ്വാസമില്ല. ഐ ഡൗട്ട് ഇറ്റ്. എനിക്കതിലൊരു ഉറപ്പില്ല. അവൻ്റെ കാര്യമല്ലേ? ഐ ഡൗട്ട് ഇറ്റ്. അതൊരു വിഷയമല്ല. അങ്ങനെ പറയും. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അവൻ പാസ്സായാലും കുഴപ്പമില്ല. ഈ വർഷം എന്തായാലും അവനെ ദുബായിക്ക് വിടുക. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. പാസ്സാവാതിരിക്കുന്നില്ല ആയിക്കോട്ടെ. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നീ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി. ഇറ്റ്സ് അപ് ടു യു. യു ഡിസൈഡ് എന്നൊന്നും പറയാൻ പറ്റേ. ഇറ്റ്സ് അപ് ടു യു. നീ അങ്ങോട്ട് തീരുമാനിച്ചോളൂ. ഇറ്റ്സ് അപ് ടു യു. ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കട്ടെ. ഐ തിങ്ക് അബൌട്ട് ഇറ്റ്. എങ്ങനെയാ പോണേന്ന് നമുക്ക് നോക്കാം. വിൽ സീ ഹൗ ഇറ്റ് ഗോസ്. എങ്ങനെയത് പോണേന്ന് നോക്കാം. പുതിയ കോഴ്സിന് ചേർന്നുണ്ടെന്ന് അല്ലേ? അവൻ പോയി നോക്കട്ടെ, ക്ലാസ്സിൽ പോയി നോക്കട്ടെ. അവൻ എങ്ങനെയാ പോണേന്ന് നോക്കാം നമുക്ക്. വിൽ സീ ഹൗ ഇറ്റ് ഗോസ്. വിൽ സീ എന്ന് വെച്ചാൽ നമുക്ക് കാണാം എങ്ങനെയത് പോണേന്ന്. ഹൗ ഇറ്റ് ഗോസ്. നമുക്കതങ്ങനെ ചെയ്യാം. എങ്ങനെ പറയാം? ആ വീട് അത് നമുക്ക് വാങ്ങിക്കാം, നമുക്ക് ചെയ്യാം. ലെറ്റ്സ് ജസ്റ്റ് ഡു ഇറ്റ്. കുറേ കാലമായി പ്ലാൻ ചെയ്ത് ഒന്നും ഒരു സ്ഥലത്ത് എത്തുന്നില്ല. ലെറ്റ്സ് ജസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ, ലെറ്റ്സ് ജസ്റ്റ് ഡു ഇറ്റ്. എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലേ? ലെറ്റ്സ് ജസ്റ്റ് ഡു ഇറ്റ്. അവിടെ അങ്ങനത്തെ വാക്കുകളൊക്കെ അവർ ചിലത് സൗണ്ട്സ് ഒക്കെ വീഴും. ലെറ്റ്സ് ജസ്റ്റ് ഡു ഇറ്റ്. ജസ്റ്റിൻ്റെ ടീ ഒന്നും കേൾക്കില്ല. ജസ്റ്റ് ഡു എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഡു ഇറ്റ്. ടീ വിഴുങ്ങുക. ലെറ്റ്സ് ജസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ, കൊള്ളാവുന്ന നല്ലൊരു ഐഡിയ പോലെ തോന്നുന്നുണ്ട്. സൗണ്ട്സ് ലൈക്ക് എ പ്ലാൻ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കിടക്കുക. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഗുഡ് നൈറ്റ്. അപ്പോൾ വളരെ എസെൻഷ്യലായ 100 സിമ്പിൾ കുഞ്ഞിക്കുളന്ത സെൻറ്റൻസസ് അല്ലേ? എന്നാൽ അത്യാവശ്യം എല്ലാ സ്ഥലത്തും പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു 100 സെൻറ്റൻസസ് ആണ്. ഇതൊന്നുകൂടെ കണ്ടോളൂ. ഈ വീഡിയോ വേണമെങ്കിൽ ഡൗൺലോഡൊക്കെ ചെയ്ത് വെച്ചിട്ട് ഒന്ന് കണ്ടോളൂ. ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോൾ ഉറക്കെ പറയുക. അപ്പോൾ നിങ്ങളുടെ വായിൽ സാഹചര്യങ്ങളിലൊക്കെ സംഭവങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.